കാലവർഷം ആരംഭിക്കുവാനിരിക്കെ ദേശീയപാത രണ്ടാം റീച്ചിലെ ചെർക്കളം മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള പ്രദേശത്ത് വൻ അപകട ഭീഷണി. മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഇത് ഗതാഗതത്തെ ബാധിക്കുമെന്ന ആശങ്കയുമാണ് ഉയരുന്നത്. നിരവധി വീടുകളും ഈ ഭാഗത്ത് അപകട ഭീഷണിയിലാണ്. പ്രദേശവാസികളുടെ ആശങ്ക ഒഴിവാക്കുവാൻ അധികൃതർക്ക് സാധിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കുന്ന ബേവിഞ്ച ഭാഗത്താണ്. ചെങ്കള തളിപ്പറമ്പ് റീച്ചിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഇനിയൊരു കാലവർഷം വരുമ്പോൾ ഇവിടെ എന്തും സംഭവിക്കാമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതേ തുടർന്ന് നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിനായി ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ ചേരുകയാണ്. വലിയൊരു ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാലവർഷം ആരംഭിക്കാറായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ടുണ്ടാവും. ആക്സസ് റോഡില്ല, സർവീസ് റോഡില്ല, പിന്നെ ഡ്രെയിനേജ് ഇല്ല. അവിടെ മണ്ണിടിഞ്ഞതൊക്കെ അവിടെ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിൻ്റെ റിട്ടേണിംഗ് വാൾ പ്രൊട്ടക്ഷൻ അവർ ചെയ്തിട്ടില്ല. അതിൻ്റെ താഴെ ഒരുപാട് റിട്ടേണിംഗ് വാൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യാണ്ട് ഇപ്പോൾ മണ്ണിടിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാതെ വർക്കാണ് അവർ ചെയ്യുന്നുള്ളത്. യാതൊരു ക്വാളിറ്റി ഇല്ല. എന്തൊക്കെ ചെയ്ത് എവിടെയൊക്കെ 5 മീറ്റർ 10 മീറ്ററൊക്കെ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത്. പഞ്ചായത്ത് വർക്ക് ചെയ്യുന്ന മാതിരിയാണ് അവർ ചെയ്യുന്നുള്ളത്. ഇത്രയും വലിയൊരു കമ്പനി ചെയ്യുന്ന കേസാണിത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ആർക്കൊക്കെ നിവേദനം കൊടുത്തിട്ടും പ്രധാനമന്ത്രി മുതൽ താഴോട്ട് എല്ലാ മന്ത്രിമാർക്കും ബാലാവകാശ കമ്മീഷനും മറ്റു എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടും ഇതുവരെ യാതൊരു പരിഹാരം കണ്ടില്ല. ദിനം കലക്ടറേറ്റിൽ പോയി നിൽക്കുന്ന പണിയാണ് നമുക്കുള്ളത്. കലക്ടറത്ത് പരാതി പറഞ്ഞ് ഒരുപാട് പെറ്റീഷൻസ് കലക്ടറത്ത് കിടക്കുന്നുണ്ട്. സൈറ്റ് സന്ദർശിച്ചിട്ട് അവർ ഇതുവരെ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നിട്ട് ഇവിടെ ഈ വെള്ളമൊക്കെ പോയിട്ട് ഫുള്ള് വന്നിട്ട് അവർക്ക് കലക്ടർ ഒരു പ്രാവശ്യം വന്നിരുന്നു. അതിൻ്റെ മേലെ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ ബേവിഞ്ച ഭാഗത്ത് നമുക്ക് വലിയ പ്രശ്നം കിടക്കുന്ന വെച്ചെങ്കിൽ മസ്ജിദിലേക്ക് 100-500 വീട്ടുകാർക്ക് പോകാനുള്ള വഴിയില്ല. NH 2 ഭാഗത്തും സർവീസ് റോഡില്ല. ഒരു നടന്നു പോകാനുള്ള വഴി പോലും അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് പള്ളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കൊന്നും പള്ളിക്ക് വരാൻ പറ്റാത്തത്. നമ്മളെല്ലാവരും 1000 കുടുംബങ്ങളുള്ള മസ്ജിദ് ബേവിഞ്ച ജംഗ്ഷനിലാണ്. അതിലേക്ക് കടന്നു പോകാനുള്ള ഒരു ചെറിയൊരു കൾവെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൾവെട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പറയുന്നത് വെച്ചെങ്കിൽ പാലത്തിൻ്റെ അടിയിലേക്ക് കൂടി കൊണ്ടുപോകാൻ. മഴക്കാലം വന്നാൽ വെള്ളപ്പൊക്കം വന്നാൽ പാലത്തിൻ്റെ അടിയിലേക്ക് കൂടി പോകാൻ പറ്റില്ല. പിന്നെ അന്നേരം മരണം കഴിഞ്ഞാൽ ഒരു 5-6 ദിവസമൊക്കെ വെള്ളം കിടക്കും. പിന്നെ അതിലെ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ഖബർസ്ഥാനും മസ്ജിദും ഉള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത ബേവിഞ്ചക്കാർക്ക് അങ്ങനെ ഈസ്റ്റ് ബേവിഞ്ചെന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ, വെസ്റ്റ് ബേവിഞ്ചെന്നും 2 ഭാഗത്തുനിന്നും വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടുത്തെ റോഡിൽ. MLA റോഡിലേക്ക് കണക്ഷൻ ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് അത് മറ്റേ ഇവിടത്തേക്ക് പോകുന്ന വഴിയാണ്, കർണാടകയിലേക്ക് പോകുന്ന വഴിയാണ്. അതിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആക്കിയിട്ടില്ല. ഒരു കാര്യങ്ങളും എന്താണെന്ന് അവരോട് ചോദിച്ചാൽ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തരുകയില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ അത് അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകാം. അതാരും പറയുകയോ റിട്ടേൺ ആയിട്ട് തരുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ NH അധികൃതരും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, കലക്ടറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാർക്കും ബാക്കിയുള്ള ആൾക്കൊക്കെ നിവേദനം കൊടുക്കുന്നുണ്ട്. ഇത് അധികാരികളടുത്ത് എത്തിച്ച് എത്രയും വേഗം പറ്റാവുന്ന കാര്യങ്ങൾ സൗകര്യം ചെയ്തു തരണമെന്ന്. യാത്രാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ അബ്ദുള്ള നമ്മോട് പറഞ്ഞത്. മറ്റൊരു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ ഷറഫുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇല്ല എന്നൊരു പരാതിയുണ്ട്. എന്നാണ് നമ്മുടെ ചെർക്കള ടു ചട്ടഞ്ചാൽ ഏകദേശം 8 കിലോമീറ്ററോളം സർവീസ് റോഡ് ഇല്ലാതെയാണ് ഈ പാത കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സർവീസ് റോഡ്, ഡ്രൈനേജ്, ഇത് വലിയ കുന്നും പ്രദേശമാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇതിൻ്റെ ചെലവ് ചുരുക്കുക എന്നുള്ള ഭാഗമായിട്ട് ഇതിൻ്റെ സർവീസ് റോഡും ഡ്രൈനേജും ആവശ്യമായ പ്രൊട്ടക്ഷൻ വാളും ഇല്ലാതെയാണ് ഈ വലിയ വളവും കുന്ന്, ഈ റീച്ചിൽ തന്നെ വളരെ ദുർഘടം പിടിച്ച വളരെ കുന്നും പ്രദേശമുള്ള ഈ ഭാഗത്ത് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം. അതിനുശേഷം ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് തുടർന്ന് വകുപ്പ് മന്ത്രികളും മറ്റേ ഇതിൻ്റെ അധികൃതന്മാരുമൊക്കെ ആയി ഞങ്ങൾ നിരന്തരം സമരം നടത്തുകയും അവരൊക്കെ ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെയായിട്ടും അതിനുള്ളൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഇതിൻ്റെ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ പ്രഥമഘട്ടത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്തതിനാൽ അവർക്ക് സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാതെയാണ് വർക്ക് മുമ്പോട്ട് പോകേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഇതിനൊരു നാഥൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെന്ന് ആരെങ്കിലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പുതിയൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആവശ്യമുള്ള ഡ്രെയിനേജും ആവശ്യത്തിനുള്ള സർവീസ് റേജും വലിയ കുന്നും പ്രദേശത്ത് ഈ സിമെൻറ്റ് നൈലിംഗ് പോലുള്ള സംഭവങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ആ സിമെൻറ്റ് നൈലിംഗൊക്കെ ഇവിടുത്തെ വലിയ ശക്തമായ മഴയത്ത് ഒലിഞ്ഞു പോവുകയും ഈ കമ്പനിയെ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് സാധിച്ചത്. പക്ഷേ കരിമ്പലിട്ട് ഉൾപ്പെടുത്തിയ കമ്പനി ആണെങ്കിലും അതിനുശേഷം വളരെ എഴിയുന്ന വേഗത്തിലാണ് ഇവിടുത്തെ വർക്കുകൾ നടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓരോ
മഴക്കാലവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കകൾ ഉണ്ടാകുന്ന സമയത്താണ്. കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായെങ്കിലും ഭാഗ്യത്തിനാണ് അവിടുത്തെ വലിയൊരു അപകടം ആളപായമില്ലാതെ നമ്മൾ രക്ഷപ്പെട്ടത്. ഇപ്രാവശ്യവും വളരെ ആ ഒരു നമ്മളോട് പറഞ്ഞു, ആ സമയത്ത് ആ ഇടിഞ്ഞ ഭാഗങ്ങളൊക്കെ വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് വാള് നിർമ്മിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു ചെറിയ 10, 20, 30 മീറ്റർ വാള് മാത്രമേ ഈ ഒരു വർഷമായിട്ടും അവർ നിർമ്മിച്ചിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. ഇപ്പം ഇടിഞ്ഞു വീഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യാവുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറിയ വാഹനങ്ങൾ മാത്രം ആ റൂട്ടിൽ കടത്തിവിടുകയും വലിയ വാഹനങ്ങൾക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ബസ് ഗതാഗതം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇനി ജൂൺ 1 മുതൽ സ്കൂൾ ആരംഭിക്കുകയാണ്. ഇവിടുത്തെ മാസങ്ങളോളം ഒരു മണ്ണിടിഞ്ഞ് വീഴ് ആ മണ്ണ് മാറ്റുന്നതിനും പിന്നെ വാള് നിർമ്മിക്കുന്നതിനും മാസങ്ങളോളം ഈ റോഡ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം നമുക്കൊക്കെ മനസ്സിലാകും. സാധാരണ വാഹനമില്ലാതെ, കാറില്ലാത്ത ആൾക്കാർ യാത്ര ചെയ്യുന്ന, ബസ് ഉപയോഗിച്ച് യാത്രക്കാരുടെ വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ജനങ്ങളോടുമായി സംബന്ധിച്ചുകൊണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു പുതിയൊരു ഗവൺമെന്റിലാണ്. ഈ ഒരു ഗവൺമെന്റ് നിലവിൽ ശേഷം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനൊക്കെ ഈ കാര്യത്തിൽ ഒരു ചെറിയൊരു ഇതിന് ആവശ്യമായ തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതിന്റെ വകുപ്പ് മന്ത്രിയെ തുക കണ്ടെത്തി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ പോലെ തന്നെ ഇത് നല്ല രീതിയിൽ ഈ ഹൈവേ ഞങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് സ്കൂളിനുൾപ്പെടെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. 2000 കുട്ടികൾ പഠിക്കുന്ന ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് കടന്നു പോകാനുള്ള ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അന്ന് ഞങ്ങൾ അന്നത്തെ GM സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോഴത് അന്വേഷിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. അതുപോലെ തന്നെയാണ് 55 മൈൽ എന്നാണ് സ്ഥലത്ത് 1600ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു UP സ്കൂളാണ്. ആ കുട്ടികൾക്ക് ഇനി ഒരു ബന്ധവുമില്ല, ഇത് മുറിച്ചു കിടക്കാനുള്ള ഒരു രക്ഷയുമില്ല. അതുപോലെയുള്ള അവസ്ഥയിലാണ് ഈ ഹൈവേ പോകുന്നതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പല വാക്കുകൾ അവർ തന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു വിള്ളലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നാട്ടുകാർ മൊത്തം ഇടപെട്ടപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പല വാക്കുകളും തന്നതാണ്. നിങ്ങൾ പറഞ്ഞ രീതിയിലൂടെ ചെയ്തു കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. ഇപ്പം ഈ പ്രദേശത്ത് കാണുന്ന വീട് മുഴുവനും ഈ മഴ വന്നാൽ വെള്ളത്തിലാകുന്നതാണ്. കാരണം 4 കൽവെട്ട് മുമ്പ് ഇത് ക്രോസ് ചെയ്ത് പോയിരുന്നത് ഫുള്ളി ഇവിടത്തേക്കാണ് അവർ ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ വെള്ളവും ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-400 വീട്, എല്ലാ വീടും വെള്ളത്തിനടിയിലാകാനാണ് സാധ്യത ഇപ്രാവശ്യം. അതുകൊണ്ട് അതാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഡ്രെയിനേജിൻ്റെ കഥ പറഞ്ഞത്, ഇവിടുന്ന് ഏകദേശം 6-7 മഴ കഴിഞ്ഞിട്ട് 3 മാസം വരെ വെള്ളം ചാട്ടമുള്ളൊരു സ്ഥലമാണ്. ഒരിക്കലും ഇതിനകത്ത് ഈ വെള്ളം കൊള്ളില്ല. അവർ ഞങ്ങളോട് അന്ന് പറഞ്ഞത് ഇത് മുഴുവനും ഗട്ടർ ചെയ്ത് നല്ല ഡീപ്പിൽ ഗട്ടർ ചെയ്തുകൊണ്ട് ഈ വെള്ളം തെക്കിലെ പുഴയിലേക്ക് ഒഴുക്കുമെന്നാണ് ഞങ്ങളോട് അന്ന് പറഞ്ഞത്. ഇന്ന് അവർ ആ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവരെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു അഹങ്കാര രീതിയിലാണ്. ഞങ്ങൾക്ക് മേലെ ആരുമില്ല, ഞങ്ങളാണ്, ഞങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഈ മെഗയുടെ ധാർഷ്ട്യം. അവർ ആ ധാർഷ്ട്യത്തിലാണ് പോകുന്നത്. ഞങ്ങളോട് അന്ന് എല്ലാവരും പറഞ്ഞ കഥകളാണ്, ഇങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാമെന്ന്. ഇപ്പോൾ അവരെല്ലാവരും കൈമലത്തുകയാണ്. നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതിനാൽ ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ ഭാഗത്തുണ്ട്. അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തിയായതിനാൽ ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്നതിനാൽ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ഇത് ബാധിക്കുന്നുണ്ട് എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയായ അബ്ദുള്ളയും അതേപോലെ തന്നെ ഷറഫുദ്ദീനും അസ്ലമും നമ്മോട് പങ്കുവച്ചത്. ഇത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത്. കാലവർഷം ആരംഭിക്കുന്നതോടുകൂടി ഈ ഒരു പ്രശ്നം കൂടുതൽ വഷളാകുവാൻ